ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷൻസ് ആണ്. മൊഡ്യൂൾ 3-ല് മെയിൻ ആയിട്ട് 3 ടോപ്പിക്സ് ആണുള്ളത്. അതാണ് ഞാൻ റൈറ്റ് സൈഡിലെ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക് സെൻട്രോയിഡ്, സെക്കൻഡ് ടോപ്പിക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് തേർഡ് ടോപ്പിക് ഫോഴ്സ് സിസ്റ്റം ഇൻ സ്പേസ്. തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ 3 ടോപ്പിക്സും ആണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷൻസ് ആണ്. അതായത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള തിയറി പോർഷൻസ്. ജസ്റ്റ് ഞാൻ മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷൻസ് ഒന്ന് വായിക്കാം. സെൻട്രോയിഡ് ഓഫ് ഏരിയ, തിയറം ഓഫ് പാപ്പസ്-ഗൾഡിനസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പാരലൽ ആക്സിസ് തിയറം, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഫോഴ്സ് സിസ്റ്റം ഇൻ സ്പേസ്, മൊമെന്റ് ആൻഡ് കപ്പിൾ ഇൻ സ്പേസ്. ഇത്രയുമാണ് മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ്. ഇതിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് സെൻട്രോയിഡ് ഓഫ് ഏരിയ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഈ സെഷനിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻസും വരാം, പ്രോബ്ലംസും വരാം. So centroid of area, it is the geometric center of area where the entire area can be assumed to be concentrated. ഒരു ബോഡിയുടെ entire area concentrate ചെയ്തിരിക്കുന്ന ഒരു assumed പോയിന്റിനെയാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ബോഡിയുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻട്രോയിഡ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ entire weight concentrate ചെയ്തിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് ഓഫ് ഏരിയ എന്ന് പറയുന്നത്. Okay, or simply centroid. സെൻട്രോയിഡിനെ ക്യാപിറ്റൽ G യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോഡിയുടെ സെൻട്രോയിഡിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ G ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. Then position of G can be located by specifying its coordinates with respect to XY reference axis. ഒരു ബോഡിയുടെ entire ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഈ സെൻട്രോയിഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ റെഫറൻസ് ആക്സിസ് നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ സെൻട്രോയിഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് XY റെഫറൻസ് ആക്സിസ് ആണ്. ഓക്കെ, അപ്പൊ സെൻട്രോയിഡ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ സെൻട്രോയിഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ XY റെഫറൻസ് ആക്സിസ് ആണ് എടുക്കുന്നത്. സി ഫസ്റ്റ് ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു റാൻഡം ആയിട്ട് ഒരു ഏരിയ തന്നിട്ടുണ്ട്. ആ ഏരിയയുടെ സെൻട്രോയിഡ് ആണ് G എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സെൻട്രോയിഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് XY റെഫറൻസ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. സെൻട്രോയിഡ് X ആക്സും ആയിട്ടുള്ള ഡിസ്റ്റൻസ് Y ബാർ, സെൻട്രോയിഡ് Y ആക്സും ആയിട്ടുള്ള ഡിസ്റ്റൻസ് X ബാർ. ഓക്കെ, അപ്പോ ജിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് X ബാർ Y ബാർ ആണ്. ഓക്കെ, വേർ X ബാർ Y ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ്, Y ബാർ X ആക്സിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ സെൻട്രോയിഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, the next point, the reference axis passing through the centroid are called centroidal axis. ഒരു ബോഡിയുടെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, സെക്കൻഡ് ഫിഗർ ശ്രദ്ധിക്കുക. ഒരു ബോഡിയുടെ സെൻട്രോയിഡ് G മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെൻട്രോയിഡിലൂടെ രണ്ട് ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട്, XX ആൻഡ് YY. ക്ലിയർ ആയോ? ഒരു ബോഡിയുടെ സെൻട്രോയിഡിലൂടെ ഞാൻ ഇവിടെ രണ്ട് ആക്സിസ് കാണിച്ചിട്ടുണ്ട്, XX ആൻഡ് YY. ഈ XX ആൻഡ് YY ആക്സിസിനെയാണ് നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ് ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, the next point, if a body has an axis of symmetry, the centroid lies on the axis of symmetry. തേർഡ് ഫിഗർ ശ്രദ്ധിക്കുക. ഒരു ബോഡിക്ക് ഒരു ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. ദിസ് ഐസോസിലസ് ട്രയാങ്കിൾ ഈസ് സിമെട്രിക് അബൌട്ട് Y ആക്സിസ്. അപ്പോൾ ഈ ബോഡിക്ക് ഒരു ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. ഒരു ആക്സിസ് ഓഫ് സിമെട്രി ഉള്ള ബോഡിയുടെ കേസിൽ ഈ ആക്സിസ് ഓഫ് സിമെട്രിയിലായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോഡിക്ക് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട് എങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രിയിലായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് ഇരിക്കുന്നത്. ഓക്കെ,
Then fourth figure ശ്രദ്ധിക്കുക. If a body has two or more axes of symmetry, ഒരു ബോഡിക്ക് ഒന്നോ രണ്ടോ മൂന്നോ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ഈ ആക്സിസ് ഓഫ് സിമെട്രിയുടെ ഇന്റർസെക്ഷൻ പോയിന്റിലായിരിക്കും സെൻട്രോയിഡ് ഇരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ബോഡിയിൽ ഒരു ആക്സിസ് ഓഫ് സിമെട്രി ആണെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രിയിലായിരിക്കും സെൻട്രോയിഡ്. രണ്ടോ മൂന്നോ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രിയുടെ ഇന്റർസെക്ഷൻ പോയിന്റിലായിരിക്കും സെൻട്രോയിഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെൻട്രോയിഡ് ഓഫ് ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട പോയിന്റ്സ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് തിയറി ടോപ്പിക് ആണ്. ഒത്തിരി തവണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. തിയറംസ് ഓഫ് പാപ്പസ്-ഗൾഡിനസ്. These theorems offer a simple way for computing the area of surface of revolution and the volume of bodies of revolution. Rotating surface inde area calculate cheyanum rotating bodies inde volume calculate cheyananu Pappus-Guldenus theorem use cheyyunnathu. Okay, rotating surface inde area calculate cheyanum rotating bodies inde volume calculate cheyanumanu theorems of Pappus-Guldenus use cheyyunnathu. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സർഫസ് ഓഫ് റെവല്യൂഷൻ, എന്താണ് ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് നോക്കാം. സോ ഫസ്റ്റ്, a surface of revolution is a surface which may be generated by rotating a plane curve about a fixed axis. അപ്പോൾ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് ഒരു പ്ലെയിൻ കർവ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ. ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ട് ഒരു പ്ലെയിൻ കർവ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സർഫസിനെയാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സെമി സർക്കുലർ ആർക്ക് എ ബി സി ആണുള്ളത്. ഈ സെമി സർക്കുലർ ആർക്ക് എ ബി സി എ സി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ഫിയറിന്റെ സർഫസ് ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കുക. ഒരു സെമി സർക്കുലർ ആർക്ക് എ ബി സി എ സി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ഫിയറിന്റെ സർഫസ് ആയിരിക്കും. സിമിലർലി അടുത്ത ഫിഗർ ശ്രദ്ധിക്കുക. ഒരു ഇൻക്ലൈൻഡ് കർവ് എ സി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് ഒരു ഇൻക്ലൈൻഡ് കർവ് എ ബി എ സി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോണിന്റെ സർഫസ് ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആയോ? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എ ബി എ സി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോണിന്റെ സർഫസ് ആയിരിക്കും. സിമിലർലി ഒരു സർക്കുലർ ബോഡി അല്ലെങ്കിൽ ഒരു സർക്കുലർ റിംഗ് എ സി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോ ഒരു റിംഗിന്റെ സർഫസ് എ സി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും. സിമിലർലി ഫോർത്ത് ഫിഗർ ശ്രദ്ധിക്കുക. ഒരു പാരലൽ എ സി എന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആണ്. ഈ ലൈൻ എ സി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സിലിണ്ടറിന്റെ സർഫസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. Then next, body of revolution. A body of revolution is the body which is generated by rotating a plane area about a fixed axis. അപ്പോൾ ഒരു ഫിക്സ്ഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് ഒരു പ്ലെയിൻ കർവ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സർഫസ് ഓഫ് റെവല്യൂഷൻ ആയിരുന്നു. ഇനി ഒരു ഫിക്സ്ഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് ഒരു പ്ലെയിൻ ഏരിയ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബോഡിനെയാണ് ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫിഗറിൽ തന്നിരിക്കുന്നത് നമ്മളൊരു സെമി സർക്കുലർ ഏരിയനെ ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ഒരു സെമി സർക്കുലർ ഏരിയ, അതാണ് ആ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഒരു സെമി സർക്കുലർ ഏരിയനെ നമ്മൾ ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സോളിഡ് സ്ഫിയർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഒരു ട്രയാങ്കുലർ കോൺ ഒരു ഫിക്സഡ്, രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിക്കുക. ഒരു ട്രയാങ്കുലർ കോൺ ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സോളിഡ് കോൺ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഏരിയ ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സോളിഡ് കോൺ ആയിരിക്കും. അതുപോലെ അടുത്ത ഫിഗർ ശ്രദ്ധിക്കുക. ഒരു റിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു സർക്കുലർ ഏരിയ ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സോളിഡ് സർക്കിൾ ആയിരിക്കും. Similarly, last figure,
ഒരു റെക്ടാങ്കുലർ ഏരിയ ഒരു ഫിക്സഡ് ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സോളിഡ് സിലിണ്ടർ ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയയും ബോഡി ഓഫ് റെവല്യൂഷന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പാപ്പസ്-ഗൾഡിനസ് തിയറം. സോ നമുക്ക് പാപ്പസ്-ഗൾഡിനസ് ഫസ്റ്റ് തിയറം നോക്കാം. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. The area of surface generated by revolving a plane curve about a non-intersecting axis in the plane of the curve is equal to the product of length of the curve and the distance traveled by the centroid of the curve while the surface is being generated. അപ്പോൾ പാപ്പസ്-ഗൾഡിനസ് ഫസ്റ്റ് തിയറം പറയുന്നത് ഒരു റിവോൾവിംഗ് സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് it will be equal to length of curve multiplied by distance traveled by the centroid of curve. അപ്പോൾ length of curve into distance traveled by centroid of curve ആണ് area of surface of revolution എന്ന് പറയുന്നത്. Okay, just a figure ശ്രദ്ധിക്കുക. നമുക്കൊരു revolving surface അല്ലെങ്കിൽ revolving curve of length L ആണ് കാണിച്ചിരിക്കുന്നത്. X ആക്സിസിന് അബൌട്ട് ആയിട്ട് റിവോൾവ് ചെയ്യുന്ന ഒരു കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ കർവിന്റെ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. ഞാൻ ആ ലെങ്ത്തിൽ ഒരു സ്മോൾ എലമെന്റൽ ലെങ്ത് DL കൺസിഡർ ചെയ്യാണ്. ഏരിയ ജനറേറ്റഡ് ബൈ ദ സ്മോൾ എലമെന്റൽ DL is equal to 2 pi y into DL. ഓക്കെ, ഈ സ്മോൾ എലമെന്റൽ ലെങ്ത് ജനറേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 2 pi y into DL ആണ്. അങ്ങനെയാണെങ്കിൽ ആ എൻറ്റയർ കർവ് ജനറേറ്റ് ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും? ആ സ്മോൾ എലമെന്റൽ ലെങ്ത് ജനറേറ്റ് ചെയ്യുന്ന ഏരിയ 2 pi y into DL ആണെങ്കിൽ ആ എൻറ്റയർ കർവ് ജനറേറ്റ് ചെയ്യുന്ന ഏരിയ A is equal to integral 2 pi y into DL, which is equal to 2 pi constant ആണ് പുറത്തെടുക്കാം. ഇന്റഗ്രൽ y DL എന്ന് പറയുന്നത് y bar into L ആണ്. Where 2 pi y bar is the distance traveled by the centroid of curve of length L. Okay, അപ്പൊ 2 pi y bar എന്ന് പറയുന്നത് distance traveled by the centroid of curve ആണ്. L എന്ന് പറയുന്നത് length of curve ആണ്. അപ്പോ ഈ കർവ് ജനറേറ്റ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി സെൻട്രോയിഡ് ഓഫ് കർവ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് പാപ്പസ്-ഗൾഡിനസ് ഫസ്റ്റ് തിയറം. Then next പാപ്പസ്-ഗൾഡിനസ് സെക്കൻഡ് തിയറം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. The volume of a body generated by revolving a plane area about a non-intersecting axis in the plane of the area is equal to the product of area and the distance traveled by the centroid of the plane area while the body is being generated. So പാപ്പസ്-ഗൾഡിനസ് സെക്കൻഡ് തിയറം ഒരു റിവോൾവിംഗ് ബോഡിയുടെ വോളിയം ആണ് തരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു പാപ്പസ്-ഗൾഡിനസ് സെക്കൻഡ് തിയറം റിവോൾവിംഗ് ബോഡിയുടെ വോളിയം എന്ന് പറയുന്നത് will be equal to product of area of body and distance traveled by the centroid of the area. അപ്പോൾ area multiplied by distance traveled by centroid of area will give you the volume of body of revolution. Okay, അതാണ് പാപ്പസ്-ഗൾഡിനസ് സെക്കൻഡ് തിയറം പറയുന്നത്. ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗറിൽ ഒരു റൊട്ടേറ്റിംഗ് ഏരിയ ക്യാപിറ്റൽ A തന്നിട്ടുണ്ട്. ആ റൊട്ടേറ്റിംഗ് ഏരിയ എക്സ് ആക്സിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ A തന്നിട്ടുണ്ട്. ആ ഏരിയയിൽ ഞാനൊരു സ്മോൾ എലമെന്റൽ ഏരിയ DA കൺസിഡർ ചെയ്യാണ്, which is at a distance y from x axis. Volume generated by the small elemental area DA is equal to 2 pi y into DA. അപ്പോൾ ഈ സ്മോൾ എലമെന്റൽ ഏരിയ ജനറേറ്റ് ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 2 pi y into DA ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ എൻറ്റയർ ഏരിയ ജനറേറ്റ് ചെയ്യുന്ന വോളിയം എന്തായിരിക്കും? So the entire volume generated by A, V is equal to integral 2 pi y into dA. 2 pi constant ആണ്, പുറത്തെടുക്കാം. 2 pi into integral y dA. Integral y dA is y bar A. So V is equal to 2 pi into y bar A, where 2 pi y bar is the distance traveled by the centroid of area. അപ്പോൾ വോളിയം ഓഫ് ബോഡി ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു distance traveled by centroid of area നമുക്ക് കിട്ടി. ഇതാണ് പാപ്പസ്-ഗൾഡിനസ് സെക്കൻഡ് തിയറം. So next important term ആണ് moment of inertia. It is the mathematical term which gives a quantitative estimate of the relative distribution of area with respect to some reference axis.
ഒരു ഏതെങ്കിലും ഒരു റെഫറൻസ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള ഒരു ഏരിയയുടെ റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. കൺസിഡർ ഒരു ഏരിയ കൺസിഡർ ചെയ്യുക എ. ഈ ഏരിയയിൽ ഞാൻ ഒരു സ്മോൾ എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യാണ് ടി എ which is at a distance r from reference axis AB. അങ്ങനെയെങ്കിൽ ഈ സ്മോൾ എലമെന്റൽ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് റെഫറൻസ് ആക്സിസ് AB എന്ന് പറയുന്നത് r² dA ആണ്. അതായത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. ശ്രദ്ധിക്കുക, ഞാനൊരു ഏരിയ ക്യാപിറ്റൽ എയിൽ ഒരു സ്മോൾ എലമെന്റൽ ഏരിയ DA കൺസിഡർ ചെയ്തു which is at a distance r from reference axis AB. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സ്മോൾ ഏരിയ അബൌട്ട് റെഫറൻസ് ആക്സിസ് AB is given by r² dA. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് എൻറ്റയർ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ആക്സിസ് AB എന്തായിരിക്കും? IAB is equal to sigma r² dA or IAB is equal to integral r² dA. Okay, ഇതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് is denoted by IG. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് IG വെച്ചിട്ടാണ്. Okay. Then next, radius of gyration. Radius of gyration എന്ന് പറയുന്നത് explain ചെയ്യാൻ ഈ figure ഒന്ന് ശ്രദ്ധിക്കുക. Consider an area capital A which has a moment of inertia I with respect to reference axis AB. ഒരു ഏരിയ A കൺസിഡർ ചെയ്യുക. ഈ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ആക്സിസ് AB എന്ന് പറയുന്നത് I ആണ്. ഞാൻ ഈ ഏരിയയെ കംപ്രസ് ചെയ്യുകയാണ്. കംപ്രസ് ചെയ്ത് ഒരു സ്മോൾ റെക്ടാംഗുലർ സ്ട്രിപ്പ് ആക്കുകയാണ്. ആസ് ഷോൺ ഇൻ സെക്കൻഡ് ഫിഗർ. സെക്കൻഡ് ഫിഗർ ശ്രദ്ധിക്കുക. ഞാൻ ഈ സെയിം ഏരിയയെ കംപ്രസ് ചെയ്ത് ഒരു നാരോ റെക്ടാംഗുലർ സ്ട്രിപ്പ് ആക്കുകയാണ്. To have this rectangular strip the same moment of inertia, it should be at a distance k from the reference axis AB. ഈ ഏരിയയ്ക്ക് സെയിം ആദ്യത്തെ ഏരിയയുടെ സെയിം മൊമെന്റ് ഓഫ് ഇനർഷ്യ ആവണമെങ്കിൽ it should be at a distance k from the reference axis AB such that k is equal to root of I by A where k is known as the radius of gyration. Okay, ഇത് ഇമ്പോർട്ടന്റ് തിയറി ടോപ്പിക് ആണ്. പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ radius of gyration k എന്ന് പറയുന്നത് root of I by A ആണ്. Okay. The next parallaxis theorem important ആണ്. ഞാൻ just സ്റ്റേറ്റ്മെന്റ് വായിക്കാം. If IG is the moment of inertia of an lamina of area A about its centroidal axis in the plane of the lamina, then the moment of inertia about any axis AB which is parallel to the centroidal axis and at a distance h from the centroidal axis is given by IAB is equal to IG plus AH square. ശ്രദ്ധിക്കുക, ഒരു ഏരിയയുടെ ഒരു ക്യാപിറ്റൽ ഏരിയ, ഒരു പ്ലെയിൻ ലാമിന തന്നിട്ടുണ്ട്. ആ ലാമിനയുടെ ഏരിയ ക്യാപിറ്റൽ A ആണ്. ഏരിയയുടെ സെൻട്രോയിഡിലൂടെയുള്ള ആക്സിസ് ആണ് സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് IG. അങ്ങനെയെങ്കിൽ ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് AB. ഈ ആക്സിസിനായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IAB എന്ന് പറയുന്നത് will be equal to IG plus AH square, where H എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസും റെഫറൻസ് ആക്സിസും ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ഏരിയയുടെ സെൻട്രോയിഡിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IG ആണെങ്കിൽ ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഏതൊരു ആക്സിസിനും മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് IAB is equal to IG plus AH square, where H എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസും റെഫറൻസ് ആക്സിസും ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോമ്പോസിറ്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then next, perpendicular axis theorem. If IXX and IYY are the moment of inertia of an area A about mutually perpendicular axis XX and YY in the plane of the area, then the moment of inertia of area about the ZZ axis which is perpendicular to YY and XX axis and passing through the point of intersection of XX and YY axis is given by IZZ is equal to IXX plus IYY. അതായത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് XX and YY. ഈ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് IXX and IYY. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഈ രണ്ട് ആക്സിസിന്റെയും ഇന്റർസെക്ഷനിലൂടെ പോകുന്ന മൂന്നാമത്തെ ആക്സിസ് ആയ ZZ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ IZZ എന്ന് പറയുന്നത് will be the sum of IXX and IYY. ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ആൻഡ് ഈ IZZ നെയാണ് നമ്മൾ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ
moment of inertia about x axis and moment of inertia about y axis calculate ചെയ്യുക. രണ്ടിന്റെയും sum എടുക്കുക. You will get the polar moment of inertia. Okay. അപ്പോൾ ഇത്രയാണ് second module ലെ important ആയിട്ടുള്ള theory portions. Okay. Thank you.